ഹായ്. അങ്ങനെ നമ്മളിന്ന് ഇവിടുത്തെ ബീച്ച് വില്ലയിലെ താമസം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മാലദ്വീപ് വ്ളോഗിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ ദിവസം ഓഷ്യൻ പൂൾ വില്ല എന്ന് പറയുന്ന സെറ്റപ്പാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ആ സംഭവം എന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ കാർട്ടിൽ കയറി നേരെ ബീച്ചിൽ നിന്നും ആ ഒരു വുഡൻ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് വീടുകളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വുഡൻ ബ്രിഡ്ജിലേക്ക് കയറിയിരിക്കുകയാണ്. വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം കടലിൻ്റെ നടുവിലേക്കാണ് പോകുന്നത്. സോ അതൊരു സ്പെഷ്യൽ ഫീലാണ്, വന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഈ രണ്ട് വരിക്കായിട്ട് തിരിയുന്ന തരത്തിലാണിത്. രണ്ട് എതള പോലെയാണ് ഈ ഒരു ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. റൈറ്റ് എതളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ വഴിക്ക് നമ്മൾ കറങ്ങി നേരെ ചെല്ലുവാണ്. ഈ എതളിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ കംപ്ലീറ്റ് കടലിൻ്റെ നടുവിലായി കേട്ടോ. ഇത് അപ്പുറത്ത് നോക്കിയാൽ ബീച്ച് കാണാം. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വീടുകൾ. നമുക്ക് ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മൾ നമ്മുടെ വില്ല, ഈ വില്ലയിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഓഷ്യൻ പൂൾ വില്ലയിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ കാണാം, കംപ്ലീറ്റ് വെള്ളത്തിന്റെ നടുവിലാണ് നമ്മുടെ ഈ ഒരു വില്ല നിൽക്കുന്നത്. കണ്ടോ, വെള്ളം അലയടിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകല്ല, അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുമ്പിലാണ് നമ്മുടെ മുമ്പിലല്ല ഉള്ളിലാണ് നമ്മുടെ ഓഷ്യൻ പൂൾ വില്ല. കയറി നോക്കാം എങ്ങനെയുണ്ട് അകത്തെ കാര്യങ്ങൾ, അകത്തുനിന്നുള്ള വ്യൂ എന്താണ്, കാര്യങ്ങൾ കംപ്ലീറ്റ് കാണിക്കാം. അപ്പൊ നമുക്ക് തുറക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ ഓഷ്യൻ പൂൾ വില്ലയിൽ എത്തിയിരിക്കുകയാണ്. ഒരു വ്യത്യാസം കേട്ടോ, അറേഞ്ച്മെന്റ്സ് കംപ്ലീറ്റ് ബീച്ച് വില്ലയുടെ അതേ സെറ്റപ്പാണ്. ഇതാ മിറർ കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. വെളുപ്പുകൾ കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റാണ്, വിഷയമൊന്നുമില്ല. ബാത്റൂം ഏകദേശം അതേ മോഡൽ തന്നെയാണ്. അവിടെ ഒരു ഓപ്പൺ ഷവർ ഏരിയ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് ഒരു ഓപ്പൺ ഷവർ ഏരിയ. ആണോ, ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ അവിടെ താഴത്തെ വെള്ളം നമുക്ക് നേരെ കടലിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കുളിക്കാൻ പറ്റുക. ഇപ്പുറത്തും അങ്ങനെ തന്നെയാണ്. നടുവിൽ നിന്ന് കുളിക്കാനുള്ള ഓക്കെ. ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ചെറിയ പ്രശ്നം. നമ്മുടെ അവിടെ ഉണ്ടാകുന്ന അതേ സെറ്റപ്പാണ്. ടോയ്ലറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഒക്കെ നീറ്റാണ് കേട്ടോ, ഒക്കെ ക്ലീനാണ്, വൃത്തികളൊന്നുമില്ല. അപ്പൊ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അവിടുത്തെ വെള്ളത്തെ സൈഡിൽ കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോ നീറ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടി. ഓക്കെ, അപ്പൊ അതാണ് ബാത്റൂമിന്റെ കാഴ്ച. പിന്നെ നമ്മുടെ സ്റ്റോർ ഏരിയ, ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കാണാം 3 ബാത്റൂം വെച്ചിട്ടുണ്ട്. നമ്മൾ 3 പേരാണ് ഓൾറെഡി ഒക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും 3 ബാത്റൂം. പിന്നെ ബാത്റൂമിന് നേരെ മുമ്പിലേക്ക് കാണുന്നത് ഈ ഒരു സെറ്റപ്പാണ്. നമ്മൾ കയറി വരുന്നത് ഇതിന് മുമ്പിലേക്കാണ്. ടീ, കോഫി അങ്ങനെയുള്ള സംഭവങ്ങൾ, കപ്പ്, ഗ്ലാസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. വെള്ളം 3 കുപ്പി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവം, കസേര ഫ്രീയാണ്. വേണമെങ്കിൽ സ്പ്രൈറ്റ് ഒക്കെ എടുത്തടിക്കാം, കാശൊന്നും കൊടുക്കണ്ട. ഇനി ഇപ്പുറത്ത് ലോക്കർ, വേണമെങ്കിൽ പാസ്വേഡൊക്കെയുള്ള ലോക്കറുണ്ട്. അപ്പൊ ഒരു 5 സ്റ്റാർ ഹോട്ടൽ നോർമലി കാണുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ടി വി അടക്കുന്ന ഒരു ടി വി ഏരിയ, ചെറിയ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ച് ടവലും കാര്യങ്ങളും ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കാനുള്ള, അത് വളരെ വൃത്തിയായിട്ടുണ്ടോ, നീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നല്ല ഭംഗിയിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കസേര, ഒരു ടീ പോയി. പിന്നെ ഇവിടെ 3ാമത്തെ ഒരു ബെഡ്, കാരണം 3 ആളുണ്ടല്ലോ, കുട്ടിക്ക് ഇവിടെ കിടക്കാനുള്ള സൗകര്യമാണ് വേണമെങ്കിൽ. പക്ഷെ ഇവിടെ നിന്നും വ്യൂ ഉണ്ട്, കടലിലേക്ക് വെള്ളത്തിലേക്കുള്ള കറക്റ്റ് വ്യൂ അടക്കമാണ് ഈ ഒരു കുഞ്ഞു ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് കുട്ടികളുടെ മനോഭാവം അനുസരിച്ചിരിക്കും. ഇനി നമുക്ക് പുറത്തേക്ക് ഇറക്കാം. ബീച്ച് വില്ലയിൽ നിന്നും ഓഷ്യൻ പൂൾ വില്ലയിലേക്ക് വരുമ്പോ നമുക്കുള്ള പ്രത്യേകതയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ വ്യൂ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. കാരണം നമുക്കൊരു പൂൾ ഉണ്ട് ഇവിടെ. ഓഷ്യൻ പൂൾ വില്ലയാണ്. ഓഷ്യനിൽ ഒരു പൂൾ അടക്കമുള്ള വില്ല. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൂളാണ് കേട്ടോ. 2-3 ആൾക്കൊക്കെ സുഖമായിട്ട് നീന്താനൊന്നും പറ്റത്തില്ല, പക്ഷെ അത്യാവശ്യം വലുപ്പമുണ്ട്. ഒരു വീടിനകത്ത് ഉണ്ടാവേണ്ട ഒരു പൂളിന്റെ വലുപ്പം തീർച്ചയായിട്ടും ഉണ്ട്, സ്റ്റാൻഡേർഡ് വലുപ്പം. കംപ്ലീറ്റ് പ്രൈവസി ആണ് കേട്ടോ. അതായത് ഒരു ഒറ്റ ആൾക്കാരെ നമ്മളിവിടെ കാണുന്നില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണെങ്കിൽ അവിടെ ഒരു ഷീൽഡ് പോലെ മതിലുണ്ട്, ഇപ്പുറത്തെ ഒരു ഷീൽഡ് മതില് പോലെ നിൽക്കുന്നുണ്ട്. നടുവിൽ നമ്മൾ മാത്രം, കംപ്ലീറ്റ് പ്രൈവസി. നമുക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട്, താഴെ വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഞാനിപ്പോ ഇറങ്ങുന്നില്ല, ഇതിനെ സുഖമായിട്ട് ഇറങ്ങി വെള്ളത്തിലേക്ക് പോവാം. സ്റ്റെപ്പ് വെള്ളത്തിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ വെള്ളത്തിൽ ചെന്ന് ഇവിടെ വെള്ളത്തിലിറങ്ങി നമുക്ക് ബീച്ചിൽ കളിക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. ഇനി ഇവിടെ നിന്നിട്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ അതിന്റെ പൂളിൽ ഇരുന്നിട്ട് ഫോട്ടോഷൂട്ട്, ഒരുപാട് ഫോട്ടോഷൂട്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സോ അപ്പൊ ബ്രഹ്മയായിരത്തെ ഓഷ്യൻ പൂൾ വില്ല നിങ്ങളിപ്പോ ജസ്റ്റ് കണ്ടു. എന്തായാലും ഉച്ച നേരമാണെങ്കിലും പൂളിൽ ഇറങ്ങാനൊന്നും വിഷയമില്ല. ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങിയതാ, അടിപൊളിയായിട്ട് ഇവിടെ കളിച്ച് ഞങ്ങൾ എല്ലാവരും പൂളിൽ ഇറങ്ങി സന്തോഷമായി. ഇനി കടൽ അവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് അതിലോട്ട് ഇറങ്ങണ്ടേ. ഇവിടെ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കിടന്നാൽ പോരല്ലോ. അപ്പൊ ഞങ്ങൾ അതിലോട്ട് പോവാണ്. ആണല്ലോ
അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ സ്റ്റെപ്പിലൂടെ ഇറങ്ങി. ഞാൻ ആദ്യം വെള്ളത്തിൽ ഇറങ്ങി, കാരണം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല. മാളുവിനെ ഇറക്കി ചിലപ്പോൾ എങ്ങാനും ബാലൻസ് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങി നോക്കിയത്. എന്തായാലും അത് വളരെ നല്ല തീരുമാനമായിരുന്നു പിന്നീട് എനിക്ക് തോന്നി. കാരണം നീന്താനൊന്നും പറ്റുന്നില്ല എനിക്ക്, ഞാൻ വലിയ എക്സ്പെർട്ടൊന്നുമല്ല നീന്തലിൽ. നല്ല ഫോഴ്സുള്ള വേവ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടി അവിടെ നിൽക്കാൻ. അതുകൊണ്ട് കുട്ടികളെ ഇറക്കാനുള്ളത് നല്ല ഐഡിയ ആയിരിക്കില്ല. ഞാനവിടെ പെട്ടു എന്ന് പറയാം. കഷ്ടപ്പാടാണ്, നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന്. അത് കാരണം വിചാരിച്ച പോലെ മാളൊന്നും ഇറങ്ങി കളിക്കാൻ പറ്റില്ല. നല്ല ഫോഴ്സ്, ഞാൻ തന്നെ മുങ്ങിൽ പോകുന്നുണ്ട്. സോ ഇവിടെ ഇറങ്ങി കളിക്കാൻ സ്വിമ്മിങ് അറിയുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്, അല്ലാത്തവര് ബുദ്ധിമുട്ടും നന്നായിട്ട് ബുദ്ധിമുട്ടും. കുട്ടികൾക്ക് പറ്റത്തില്ല. അപ്പൊ കുട്ടികളെ കൊണ്ടുവരുമ്പോ ഇവിടെ ഓഷ്യൻ പൂൾ ബില്ല് എടുത്ത് ഇവിടെ കടലിറങ്ങി കളിക്കാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരരുത്, നടപടിയാവില്ല. നല്ല സ്ട്രോങ് വേവ്സ് ആണ്. നമുക്ക് പൂളിലേക്ക് പോവാം. നമുക്ക് പൂള് തന്നെ ശരണുള്ളൂ. ഇവിടെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് മുകളിലിരിക്കാം. ഹായ്, ഇപ്പോൾ ഞങ്ങൾ ഉച്ച ഭക്ഷണം കഴിഞ്ഞു. അതായത് നമ്മളെ പൂൾ വില്ല അവിടെയായിരുന്നു മൊത്തം പരിപാടി. കളിയും ബഹളവും ഒക്കെ ആയിട്ട് വെള്ളത്തിലും പൂളിലൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ അങ്ങ് കഴിച്ചു കൂട്ടി ഇത്ര നേരം. അത് ഇത്രയും നേരം ഉച്ചവരെ അവിടെ തന്നെയായിരുന്നു. ഉച്ചവരെ അവിടെ നല്ല രസമായിരുന്നു. അത് നിങ്ങൾ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം രസമുണ്ടെന്നുള്ളത്. ഒരു പക്ഷേ കാണുന്നവർക്കും പിടികിട്ടും. എന്തായാലും അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ജിമ്മ്, കിഡ്സ് ക്ലബ്ബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട്, എന്താണ് അതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ വെറുതെ ഒന്ന് നോക്കാൻ പോവാണ്. ഇപ്പോൾ എല്ലാ റിസോർട്ടുകളിലും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം ഒന്നും കാണിക്കുന്നില്ല. കാരണം അതിപ്പോൾ എല്ലാ റിസോർട്ടിലുള്ള സ്ഥിതിക്ക് അതൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും. ഇപ്പോൾ കിഡ്സ് ഏരിയ ആണെങ്കിൽ അതായത് ഇതുപോലെ കുറച്ച് ഗെയിംസ് കാര്യങ്ങൾ, ടേബിൾ ടെന്നീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. കുട്ടികൾക്ക് ഡ്രോയിങ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് പടം വരയ്ക്കാനും മറ്റൊക്കെയുള്ള ഒരു സെറ്റപ്പ്, പിന്നെ ഒരു ജിംനേഷ്യത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഈ ഒരു റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. വരുന്നവർക്ക് ഇതൊക്കെ വേണമെങ്കിൽ എൻജോയ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കറങ്ങി നടന്ന ഈവനിങ് ആയി. ഈവനിങ് ടൈമിൽ ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ, നമ്മുടെ ആ വീടുകളിരിക്കുന്ന ബ്രിഡ്ജിൻ്റെ അറ്റത്തേക്ക് നടന്നു ചെന്നതാണ്. അപ്പോൾ അവിടുത്തെ വുഡൻ ഫ്ലോർ വന്നിട്ട് ഒക്കെ ഓൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിനോവേറ്റ് ചെയ്യാനായിട്ടുണ്ട്. റിനോവേഷൻ നടക്കുന്നുണ്ട് അവിടെയൊക്കെ. ഒരു പക്ഷേ ഇതൊന്നും നന്നാക്കുമായിരിക്കും. എന്തായാലും ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഫീൽ തന്നെയാണ്. ഇവിടെ നിൽക്കാനുള്ള, നടക്കാനുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ആ ഓഷ്യൻ വില്ലയുടെ മുന്നിൽ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഞങ്ങളുടെ വില്ലയുടെ പൂളിൻ്റെ ഭാഗത്തൊക്കെ പോയി കുറേ നേരം ഇരുന്ന് ചായ കുടിച്ച് ഒക്കെ അടിച്ചുപൊളിയായിട്ട് അങ്ങനെ പോയി. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് സീ പ്ലെയിൻ ആളുകളെ കൊണ്ട് ഇറക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ കാണാനും സാധിച്ചു. സോ അങ്ങനെ നൈസായിട്ട് ആ ഒരു ഈവനിങ്ങും കടന്നു പോയി. ഗൈസ്, പൊരി മഴയാണ് ഗൈസ്. ഞങ്ങളിതാ കാട്ടിൽ കയറി പോവാണ്. പക്ഷെ രക്ഷയില്ല, മഴ അടിപൊളി മഴ, നനയുണ്ട് ഫുള്ള്. എല്ലാരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി മഴ. എന്നാ ഉച്ചക്ക് പൊരി വെയിലായിരുന്നു, വൈകുന്നേരം ആയപ്പോഴേക്കും കിടിലം മഴ. ഓക്കെ, നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആഹാ, ഇവിടെ എത്തിയപ്പോൾ മഴയും പോയി. അടിപൊളി. ഞങ്ങൾ അവിടെ നിന്ന് വരാൻ വേണ്ടി മഴ കണ്ട് കാട്ടൊക്കെ വിളിച്ച് ഓടിച്ചെന്ന് നനഞ്ഞൊക്കെ വണ്ടിയിൽ കയറി ഇവിടെ എത്തിയതാണ്. അപ്പം മഴയില്ല, ഒന്നുമില്ല. റെസ്റ്റോറൻറ്റിലെത്തി കേട്ടോ. ഇവിടെ ഇരുന്നാലോ നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വ്ളോഗിൽ പറഞ്ഞിരുന്നു. ഫുഡിന്റെ ഏരിയ ഞാൻ ശരിക്കും കാണിച്ചിട്ടില്ല. കാരണം ഫുഡ് എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ അതിലെ ക്യാമറയും കൊണ്ട് ആൾക്കാർ ഫുഡ് കഴിക്കാൻ എടുക്കാൻ വേണ്ടി മോശമാണ്. ഇപ്പോൾ ആൾക്കാരില്ല. അതുകൊണ്ട് ഞാൻ ഈ ലൊക്കേഷൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അതിന്റെ പുറകിൽ കാണാം കേട്ടോ. അതൊക്കെയാണ് ഫുഡിന്റെ ഏരിയ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ കുറേ ഐറ്റംസ് അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഏരിയ ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ്. എന്താ ഇവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് കുറേ ഐറ്റംസ്, അധികമൊന്നും കാണിക്കുന്നില്ല, ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കുറേ ബ്രെഡ് ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത്. കണ്ടോ, പലതരം ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ കാണാം. എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്താണെന്നൊന്നും ഞാനതൊന്നും കഴിക്കാറില്ല. പണ്ടൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഇതൊന്നും കൈകൊണ്ട് തൊടാറ് പോലും ഇല്ല. വളരെ റെയറായിട്ട്. വേറെ ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് നമ്മളിതൊക്കെ എടുക്കുന്നുള്ളൂ. ഇതൊക്കെ എന്താണ് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക. പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് കിഡ്സ് ബഫറ്റ് എന്നും പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ കിഡ്സിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ പാത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ നേരെ അകത്ത് ഇവിടെയൊക്കെ കൗണ്ടറുകളുണ്ട്, ലൈവ് കൗണ്ടറുകളുണ്ട്, നിങ്ങൾ എടുക്കാം. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ. വേറെ മറ്റേ ഡെസേർട്ട് കാര്യങ്ങളൊക്കെ ഇതാ അവിടെയൊക്കെയാണ്. ഡെസേർട്ട് മാത്രമല്ല, എല്ലാതരം നട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ, ജാം, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കേട്ടോ, ആ പുള്ളി അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് തരം ഡെസേർട്ടുകൾ, ഇതൊക്കെയാണ് ഈ ഒരു ഐലൻഡിലെ ഡിന്നറിനുള്ള അറേഞ്ച്മെൻറ്റ്സ്. എല്ലാ നേരത്തും ഇതൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പല ടൈപ്പ് സാധനങ്ങളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഐസ്ക്രീമിൻ്റെ ഒക്കെയാണ്. ഉച്ചയ്ക്കാകുമ്പോൾ ഇതിൽ ഐസ്ക്രീമാണ് ഉണ്ടാവുക. ഇവിടെ ഡെസേർട്ടുകൾ, വേറെ ഡെസേർട്ടുകൾ, കേക്കുകൾ, സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. ഇവിടെയും എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടോ നോക്കുക. ടെക്കി വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഒന്നും ആരും എടുത്തിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ ഇതുവരെ കാണിച്ചിട്ടുണ്ടായില്ല. ഇപ്പം അത് കണ്ടല്ലോ, തിരക്കില്ലാത്തതുകൊണ്ട് കാണിച്ചതാണ്.
അപ്പോൾ തന്നെ ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ വില്ലകളുടെ ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നത് അതിനകത്തൊരു വില്ലയിലാണ്. അതിങ്ങനെ കിടക്കുവാണത്. ഈ അറ്റത്തുനിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് നടുവിൽ ചെന്നിട്ട് 2 വരിയായിട്ട് തിരിയും. അതിലത്തെ റൈറ്റിലേക്കുള്ള വരിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒരു രസമാണ്. അതാണ്ട അതിന്റെ മുമ്പിൽ ബീച്ചിൽ വന്നിട്ട് മാള് കളിക്കുകയാണ്. മാളോ ഒന്നുമില്ല, കണ്ടിന്യൂ. ഇതാണ് നമ്മുടെ വില്ലിലേക്ക് നടക്കുന്ന ആ ഒരു സെറ്റപ്പ്. നൈറ്റ് വ്യൂ കേട്ടോ. പകല് നമ്മൾ കാണിച്ചു തന്നായിരുന്നു. നൈറ്റ് വ്യൂ ഇതാണ്. നമ്മളിതാ ഇങ്ങനെ വരും. ഇതൊരു സെന്ററാണ്. ഈ ഒരു സെന്ററിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കുറേ വില്ലകളുണ്ട്. അതേപോലെ നമ്മുടെ വില്ല ഈ സെന്ററിൽ നിന്ന് റൈറ്റിലോട്ടാണ്. ഇങ്ങനെ പോകും. ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐലൻഡിലേക്ക്, അതായത് നമ്മുടെ മാൽദീവ്സ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെയൊക്കെയാണ് ഈ ഒരു റിസോർട്ടിലെ സംഭവങ്ങൾ. മിക്കവാറും എല്ലാ റിസോർട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു. കാരണം ഞാൻ പല വ്ളോഗുകൾ കണ്ടതിൽ ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. സോ എന്താണ് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ ഈ കാണുന്നതാണ് ഏർലി മോർണിംഗിലെ ഒരു വ്യൂ. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ആ ഒരു മോർണിംഗ് സംഭവങ്ങളൊക്കെ അങ്ങനെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റും. ഒരു ചായയൊക്കെ കൈ പിടിച്ചിരിക്കുകയാണെങ്കിൽ അടിപൊളിയായി. പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തിട്ടായിരുന്നു കേട്ടോ. അതായത് ഈ 2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞ ഇവിടെ നീക്കിയിടാന്ന്. ഞങ്ങൾ രാത്രി 12 മണി വരെ ഇവിടെ നീക്കിയിട്ട് ഇവിടെ കിടന്നാണ് കാര്യങ്ങളൊക്കെ ആകാശത്ത് 3 സ്റ്റാറൊക്കെ കണ്ട് ഇങ്ങനെ സുഖമായിട്ടൂടെ കിടക്കുമായിരുന്നു. 3 മണി അവിടെ അകത്ത് പോയി കിടന്ന് തുടങ്ങിയിട്ട് 3 മണിയാകുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ വന്ന് കിടന്നു. കാരണം ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടി തന്നെ ചെയ്തതാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇവള് പക്ഷെ റൂമിൽ തന്നെ കിടന്നു തുടങ്ങി ആളും. ഞങ്ങൾ സുഖമായിട്ട് ഇതൊക്കെ ആസ്വദിച്ചു. സോ വരുമ്പോൾ ഇതൊക്കെ മിസ് ചെയ്യാണ്ട്, ടൈം നോക്കരുത്, ഒന്നും നോക്കാണ്ട് ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ അടിച്ചു പൊളിക്കുക. മഴയില്ലാത്ത ടൈമൊക്കെ ആണെങ്കിൽ അടിപൊളിയായി. അങ്ങനെ നമ്മുടെ മാലദ്വീപ് ട്രിപ്പ് അവസാനിക്കുകയാണ്. ഞങ്ങൾ രാവിലെ എനിക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇതിന്റെ ഒരു വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഓഷ്യൻ പൂൾ വില്ല. പലരും പറഞ്ഞത് ഇതിനകത്ത് അത്ര വലിയ രസം ഉണ്ടാവില്ല എന്നൊക്കെയാണ് എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞത്. കാരണം ഇതിനകത്ത് ജസ്റ്റ് അവിടെ ഇരിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബീച്ചിൽ നമുക്ക് ഇറങ്ങി നടക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. അതും ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായി. മൊത്തത്തിൽ മാലദ്വീപ് കാണാനൊന്നുമില്ല എന്നൊക്കെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു. അതും ഒരു സത്യമാണ്. കാണാൻ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ കാണുന്നതിനപ്പുറം നമുക്ക് നല്ല റിലാക്സ്ഡ് ആയി ഫീൽ ചെയ്ത് ആ ഒരു രസം ആസ്വദിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹാപ്പിയാണ്. സോ വരുമ്പോൾ നല്ല ഏതെങ്കിലും ഒരു റിസോർട്ട് എടുക്കുക. ഞാൻ ഇതെടുക്കാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി റിവ്യൂ ഒക്കെ നോക്കി അന്വേഷിച്ച് നല്ല റിസോർട്ടായിട്ട് എടുത്ത് നല്ല സെറ്റപ്പിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും. അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ്. നന്നായിരുന്നു യാത്രയൊക്കെ. സോ നമ്മൾ വ്ളോഗ് എടുക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. 3 പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു വ്ളോഗ് എടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. മാലദ്വീപിലേക്ക് വരേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊന്ന് കണ്ട് മനസ്സിലായിക്കോട്ടെ. സോ അപ്പോൾ വീണ്ടും ഇതുപോലെ മറ്റൊരു നല്ല വ്ളോഗുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ